താഴെ ടാസ്ക് ബാറിലെ സെർച്ച് ബാറിൽ ഫോട്ടോഷോപ്പ് എന്ന് സെർച്ച് ചെയ്യുക, എൻ്റർ ക്ലിക്ക് ചെയ്യുക. ഈ സോഫ്റ്റ്വെയർ ആണ് ഫോട്ടോഷോപ്പ്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം നമ്മൾ ഫോട്ടോഷോപ്പിൻ്റെ ട്യൂട്ടോറിയൽ സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ചെറിയ ചെറിയ പീസായിട്ടുള്ള സീരീസുകൾ ആയിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പം മൊത്തം കാണാൻ നിങ്ങൾ ഈ സീരീസ് ഫുള്ള് കാണുന്നതോടെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഫോട്ടോഷോപ്പ് മാസ്റ്റർ ചെയ്തെടുക്കാൻ പറ്റുമെന്ന് ഞാൻ പ്രോമിസ് തരികയാണ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക. പ്രാക്ടീസ് ഫയൽസൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ എന്തൊരു കാര്യം പഠിക്കുന്നതിൻ്റെ മുമ്പ് അതെന്താണെന്ന് അറിയണം അല്ലേ? ഫോട്ടോഷോപ്പ് എന്താ? ഫോട്ടോഷോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, അതൊരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. എന്തുപയോഗിച്ച് എഡിറ്റ് ചെയ്യുന്നത്? പിക്സൽസ് യൂസ് ചെയ്ത് എഡിറ്റ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് ഫോട്ടോഷോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഈ പിക്സൽ എന്താ? അടുത്ത പ്രശ്നം അല്ലേ? അപ്പോൾ ശരി, ഇത്ര പിക്സൽ എന്ന് പറഞ്ഞാൽ അതായത് ഇറ്റ് ഈസ് എ സ്മോളസ്റ്റ് പീസ് ഓഫ് എൻ ഇമേജ്. ഞാൻ പറയാൻ നിങ്ങൾക്ക് മനസ്സിലാവില്ല. നിങ്ങളൊരു ഇമേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു റെഡ് ബോക്സ് കാണാം, തൊട്ടപ്പുറത്ത് വേറെ റെഡ് ബോക്സ് കാണാം, വേറെ റെഡ് ബോക്സ് ആണ് അല്ലേ? ഇങ്ങനത്തെ കുറേ ബോക്സസ് വിത്ത് ഡിഫറെൻറ്റ് കളേഴ്സ് ഫോം ചെയ്തിട്ടാണ് ഒരു ഇമേജ് ഉണ്ടാകുന്നത്. അതായത് ഒരു പിക്സലിൽ ഒരു കളർ ഉണ്ടാവും, മറ്റൊരു പിക്സലിൽ മറ്റൊരു കളർ ഉണ്ടാവും. ഇങ്ങനെ കുറേ ചെറിയ ചെറിയ പിക്സൽസ് യോജിച്ച് ഒരു പെർഫെക്റ്റ് ഇമേജായി വരും. ഓക്കെ, അങ്ങനെയാണ് ഒരു ഇമേജ് ഉണ്ടാകുന്നത്. ഈ പിക്സൽസിൻ്റെ സംഖ്യയും അതിൻ്റെ കോമ്പിനേഷൻ ആ കാര്യങ്ങളിലൊക്കെയാണ് നമ്മൾ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് എത്ര പിക്സൽസ് ഉണ്ട് എന്നുള്ളതാണ് റെസൊല്യൂഷൻ. നിങ്ങൾക്ക് കുറേ കേൾക്കാം 1080p, 4K, 2K, 8K എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാതിരി കേൾക്കാം. ഓക്കെ, അതായത് ഈ വീഡിയോ ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത് 1080pയിലാണ്. അതായത് ഇതിൽ 1920 പിക്സൽസ് ഹൊറിസോണ്ടലിയും 1080 പിക്സൽസ് വെർട്ടിക്കലിയും ഉണ്ടാവും. അപ്പോൾ അത്ര പിക്സൽസോടും അങ്ങനെയല്ല നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതായത് ഈ 1920 ഇൻറ്റു 1080 മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന വാല്യൂ അത്രയ്ക്കും പിക്സൽസാണ് ഒരു ഫുൾ HD വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പം അത്രയ്ക്കും പിക്സൽസ് യോജിച്ചാണ് എൻ്റെ ഈ ഒരു വീഡിയോ റെഡി ആയത്. അപ്പം ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇൻഡെപ്ത് പറയുകയാണെങ്കിൽ വേറൊരു വീഡിയോ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കി വെക്കാം. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഫോട്ടോഷോപ്പിൻ്റെ ഹോം സ്ക്രീനാണ്. ഇങ്ങനെയാണ് നമ്മൾ ഫോട്ടോഷോപ്പിൻ്റെ ഹോം സ്ക്രീൻ ഉണ്ടാവുക. നിങ്ങൾ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്താൽ ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾ റീസെൻ്റായിട്ട് ചെയ്ത പ്രൊജക്ട്സും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ ഞാനിപ്പോൾ തൽക്കാലം ഇവിടെ ഒരു ഫയൽ ഓപ്പൺ ചെയ്യാണ്. ഞാൻ എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇവിടെ എന്തെങ്കിലും ഒരു എഡിറ്റ് ചെയ്യാണ്. ഞാനിപ്പോൾ ഈ വിൻഡോസ് ആ ലാപ്ടോപ്പിൻ്റെ മുകളിൽ കുറച്ച് മാർക്ക് ചെയ്തൊക്കെയാണ്. എന്നിട്ട് ഞാനത് സേവ് ഒന്നും ചെയ്യുന്നില്ല, ഞാൻ ജസ്റ്റ് ക്ലോസ് ചെയ്യാണ്. ഇപ്പം തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇതിവിടെ ജസ്റ്റ് അപ്പിയർ ആയിട്ടുണ്ട്. അത് അങ്ങനെ അപ്പിയർ ആവുന്നതാണ്. അത് നിങ്ങൾ ചെയ്ത കാര്യങ്ങളൊന്നും സേവ് ആവില്ല, എന്നാൽ അത് ജസ്റ്റ് അവിടെ അപ്പിയർ ആവും. ഓക്കെ, അപ്പം നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് ഫോട്ടോഷോപ്പിൻ്റെ വർക്ക് സ്പേസ്. അപ്പം നമ്മളെങ്ങനെയാണ് നമ്മളെ വർക്ക് സ്പേസിലോട്ട് പോകുക? നമ്മളിവിടെ ഈ PS എന്നുള്ള ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളെ വർക്ക് സ്പേസ് കാണാൻ പറ്റും. ഓക്കെ, ഇനി നിങ്ങളങ്ങനെ ഹോം സ്ക്രീനിൽ പോകും. അതായത് മേലെ കാണുന്ന ആ ഒരു ഹോം ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഹോം സ്ക്രീനിൽ പോകാം. ഓക്കെ, ഇത്തരത്തിൽ നമ്മൾ ഹോം സ്ക്രീനിൽ പോവാം. അടുത്ത നിങ്ങളെ പ്രശ്നമാണ്, നിങ്ങൾ ഈ ഫോട്ടോഷോപ്പിൻ്റെ സ്ക്രീൻ കാണുമ്പോഴത്തേക്കും ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഒന്ന് പേടിക്കും. എന്തൊക്കെയൊക്കെയോ ഉണ്ട്, കുറേ ടൂൾസും കാര്യങ്ങളൊക്കെ ഒന്നും മനസ്സിലാവുന്നില്ല അല്ലേ? ഇതിൽ നിങ്ങൾക്ക് മെയിനായിട്ട് 3 സാധനങ്ങളാണുള്ളത്. അതായത് ഇതാണ് നിങ്ങൾ ടൂൾ ബാർ, ഇവിടെ നിങ്ങൾ ടൂൾസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് ചെയ്യുക. അടുത്തത് ഇതാണ് നിങ്ങളെ പാനൽസ്, ഇവിടെ നിങ്ങൾക്ക് പാനൽസും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ ഇതാണ് നമ്മളെ ക്യാൻവാസ്, ഇവിടെയാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന പിക്ചർ ഉള്ളത്, അല്ലെങ്കിൽ നിങ്ങളെ മാസ്റ്റർ പീസ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ, നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് നമ്മളെ ഫോട്ടോഷോപ്പ് വർക്ക് സ്പേസ് എങ്ങനെ സെറ്റ് ചെയ്യാനാണ്. സെറ്റിംഗ് എ വർക്ക് സ്പേസ്, അതായത് നമുക്കൊരു വർക്ക് സ്പേസ് കസ്റ്റമൈസ് ചെയ്തിട്ട് നമ്മളേതായ രീതിയിൽ ചെയ്തെടുക്കാമെന്നാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങളിപ്പോൾ കറൻ്റ്ലി ഉണ്ടാവുക വർക്ക് സ്പേസിൽ എസെൻഷ്യൽ എന്ന് പറഞ്ഞ ടാബിലായിരിക്കും. ഓക്കെ, ഇതായിരിക്കും നിങ്ങളെ എസെൻഷ്യൽ വർക്ക് സ്പേസ്, അതായത് നിങ്ങൾക്ക് ഡിഫോൾട്ടായിട്ട് കിട്ടുന്ന വർക്ക് സ്പേസ്. ഓക്കെ, അടുത്ത കാര്യം ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങളൊരു നൈറ്റ് മെയറിനെ പറ്റിയാണ്. ഓക്കെ, നിങ്ങളിതൊക്കെ വലിച്ച് അവിടെ എവിടെയൊക്കെ ഇട്ട് നിങ്ങൾക്ക് തിരിച്ച് സെറ്റപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല. ഈ ഒരവസ്ഥ കാണുമാണ് ഒട്ടുമിക്ക എല്ലാവരും ഇത് അവിടെ ഇട്ടിട്ട് പോകുന്നത്. കുറേ സാധനങ്ങളൊക്കെ ക്ലോസ് ആയിപ്പോയി, അവിടെ എവിടെയൊക്കെ വലിച്ചിട്ട്. എനിക്കും ഇങ്ങനെ ഉണ്ടായിരുന്നു. ഒന്നും ചെയ്യേണ്ട, വിൻഡോ വർക്ക് സ്പേസ് എസെൻഷ്യൽ തന്നെ ആവണം, എന്നിട്ട് നിങ്ങൾ റീസെറ്റ് ഡിഫോൾട്ട് അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളെ പഴയ രീതിയിലങ്ങ് നിങ്ങളെ വർക്ക് സ്പേസ് റെഡിയായി കിട്ടുന്നതാണ്. ഓക്കെ, പിന്നെ അടുത്തായിട്ട് നമ്മൾ പറഞ്ഞുതരാൻ പോകുന്നത് നിങ്ങൾക്ക് കാണാം 3D. ഇതൊക്കെ പ്രിസെറ്റ്സാണ്. അഡോബി നമുക്ക് ഫോട്ടോഷോപ്പിൽ ഇൻബിൽഡ് ആയിട്ട് തരുന്ന കുറേ പ്രീസെറ്റ്സാണ്.
അതായത് നമ്മളെ വർക്ക് സ്പേസിൽ നമുക്ക് ഓരോ തരത്തിലുള്ള വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള പ്രീസെറ്റ്സ് ആണ് നമുക്ക് അഡോബി ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിവിടെ ഓരോരോ പ്രിസെറ്റ്സൊക്കെ കാണാം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട പ്രിസെറ്റ്സൊക്കെ യൂസും ചെയ്യാം. ഇനി വേണേൽ നിങ്ങൾക്കൊരു പ്രിസെറ്റ് അങ്ങ് ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾക്ക് നിങ്ങളേതായ രീതിയിൽ കസ്റ്റമൈസ് ചെയ്തിട്ട് നമ്മൾ അഡോബ് ഫോട്ടോഷോപ്പിൽ നിങ്ങളേതായ രീതിയിലുള്ള ഒരു വർക്ക് സ്പേസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് എടുക്കാൻ ചെയ്യാം. അപ്പം അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിന് വേണ്ടി നിങ്ങൾ എസെൻഷ്യലിൽ പോവാം. ഓക്കെ, ഏത് വേണേൽ നിങ്ങൾക്ക് പോകാം. പക്ഷേ ഞാനിപ്പോൾ തൽക്കാലം എസെൻഷ്യലിൽ പോകണം. ഞാൻ എൻ്റേതായ രീതിയിൽ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. എനിക്ക് വേണ്ട രീതിയിലാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തത്. നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ക്രിയേറ്റ് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾക്ക് ആയില്ലെങ്കിലും കുറേ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, യൂസ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഈ കളേഴ്സ് ടാബൊന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഈ പ്രോപ്പർട്ടീസ് പാനൽ ഞാൻ സംടൈംസ് യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ എനിക്കിതൊന്നും വേണ്ടാത്തതുകൊണ്ട് ഇതൊക്കെ പുറത്ത് വലിച്ചെടുത്തിട്ട് ഞാൻ ഇതൊക്കെ ക്ലോസ് ചെയ്ത്. ഓക്കെ, ഞാൻ ഇതൊക്കെ ക്ലോസ് ചെയ്ത് ഇനി ഈ ലേൺ ആ സംഭവമൊന്നും വേണ്ട ഗൈസ്. ഈ കിളിക്കിപ്പിളാണ് പോകാൻ കണ്ടത്. ഓക്കെ, ക്ലോസ് ദ വിൻഡോ. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാ സംഭവവും നിങ്ങൾക്ക് വേണ്ടാത്തൊക്കെ എടുത്ത് ക്ലോസ് ചെയ്താലേ ഞാൻ അവിടെ ഈ ലെയേഴ്സും ചാനൽസും പാത്തേ അവിടെ വെക്കുന്നുള്ളൂ. ഇനി നിങ്ങൾക്ക് എക്സ്ട്രാ എന്തെങ്കിലും വേണമെങ്കിൽ വിൻഡോയിൽ പോയിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാനിപ്പം ആക്ഷൻ പാനൽ സെലക്ട് ചെയ്യാണ്. നിങ്ങൾക്ക് ഇനി ഇവിടെ വേണമെങ്കിൽ ഏതൊരു പാനൽ നിങ്ങൾക്ക് വേണ്ടത് സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നതനുസരിച്ച് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ലെയേഴ്സ് പാനൽ എങ്ങാണ്ട് പോയാൽ നിങ്ങൾക്ക് അത് വീണ്ടും എടുക്കാൻ പറ്റുന്നതാണ്. ഇവിടെ വിൻഡോ നിങ്ങൾക്ക് ഇവിടെ ചെന്ന് എടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പം ഇനി ഇതെങ്ങനെ സേവ് ചെയ്യും നമ്മളെ വർക്ക് സ്പേസ്? ഓക്കെ, അപ്പോൾ എനിക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് എടുത്തിട്ട് ഇവിടെ എങ്ങനെ വെക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇനി ഈ ഒരു സൈഡിൽ പോയി ക്ലിക്ക് ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ട ടാബൊക്കെ കാണാം. ഒന്ന് സിമ്പിൾ ആൻഡ് പ്രോപ്പറായി നമ്മൾ വെക്കുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കളേഴ്സ് വേണമെങ്കിൽ കളേഴ്സ് സെലക്ട് ചെയ്യാം. ഇതിനിങ്ങനെ വലിച്ചുകൊണ്ട് ഈ സൈഡിലിട്ടാൽ ഇതിവിടെ ഇങ്ങനെ കിടക്കും. ഓക്കെ, അവിടെ നമുക്ക് എടുത്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നല്ല ക്ലീൻ ആൻഡ് സിമ്പിളായിരിക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് നമ്മൾ ഈ ഉണ്ടാക്കിയ വർക്ക് സ്പേസ് എങ്ങനെ സേവ് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, വിൻഡോ, വർക്ക് സ്പേസ് ആൻഡ് ന്യൂ വർക്ക് സ്പേസ്. നിങ്ങൾക്കിനി ഇവിടെ പേരും എടുക്കാം നിങ്ങളെ വർക്ക് സ്പേസിൻ്റെ. ഓക്കെ, നമുക്ക് മാസ്റ്റർ പീസ് എന്ന് കൊടുക്കാം. പീസിൻ്റെ സ്പെല്ലിങ് ഓക്കെ ഗൈസ്, പീസിൻ്റെ സ്പെല്ലിങ് എന്തായിരുന്നു? PI വെയിറ്റ്, ഐ ഡോണ്ട് റിമെമ്പർ. എനിക്ക് കിട്ടുന്നില്ല ഗൈസ്. പീസിൻ്റെ സ്പെല്ലിങ് തൽക്കാലം ഇതാണെന്ന് വിചാരിച്ച് ഞാൻ കൊടുക്കുന്നത്. ഓക്കെ, അതാണ് മാസ്റ്റർ പീസ്. തെറ്റി എല്ലാവരും ക്ഷമിക്കണം. ഓക്കെ, നിങ്ങൾക്കിവിടെ കാണാം മാസ്റ്റർ പീസ് എന്ന് പറഞ്ഞാൽ എൻ്റെ വർക്ക് സ്പേസ് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് നിങ്ങൾ വലിച്ച് നശിപ്പിച്ച് വരേക്ക് വിഷമിക്കേണ്ട. അത് നമുക്ക് നമ്മളെ പഴയ പോലെ ആക്കിയെടുക്കാം. ഏത് എസെൻസിലല്ല നിങ്ങളെ പുതിയ വർക്ക് സ്പേസ്. താഴെ പോവുക, റീസെറ്റ് മാസ്റ്റർ പീസ്. ഓക്കെ, പഴയ പോലെ കിട്ടിയില്ലേ? സെറ്റല്ലേ? ഓക്കെ, ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഈ ടൂൾ ബാർ ഒന്ന് 2 റോളാക്കി വെക്കാം. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പുതിയൊരു വർക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ റീസെറ്റ് വർക്ക് സ്പേസ് ഒക്കെ നിങ്ങൾക്ക് പഴയ പോലെ. ഓക്കെ, അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നതാണ് സ്റ്റാറ്റസ് ബാർ. എന്താ സ്റ്റാറ്റസ് ബാർ? എവിടെയാണ് സ്റ്റാറ്റസ് ബാർ? ഓക്കെ, താഴെ കണ്ടില്ലേ സ്റ്റാറ്റസ് ബാർ? ഇവിടെ ഇപ്പോൾ ഇത് ഡയമെൻഷൻസിലാണ് കിടക്കുന്നത്. നിങ്ങളുടെ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ കറണ്ട് സ്റ്റാറ്റസ് കാണാൻ വേണ്ടിയാണ് സ്റ്റാറ്റസ് ബാർ യൂസ് ചെയ്യുക. ഇവിടെ ഡോക്യുമെൻറ്റ് സൈസസ് ഉണ്ട്, ഡോക്യുമെൻറ്റ് പ്രൊഫൈലുണ്ട്, ഡോക്യുമെൻറ്റ് ഡയമെൻഷൻസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഇവിടെ വെക്കാൻ പറ്റുന്നതാണ്. ആൻഡ് ഏത് ലെയറാണെന്ന് നോക്കാനുള്ളതുണ്ട്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഏതെടുത്താലും ആ സൈഡിൽ സൂമിൻ്റെ എഫക്റ്റും കാണാം. ഓക്കെ, അപ്പം ഡിഫോൾട്ടായിട്ട് ഞാൻ ഡയമെൻഷൻസ് ആണ് യൂസ് ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ യൂസ് ചെയ്യാം. അവിടെ ആ സൂമിൻ്റെ വാല്യൂ നിങ്ങൾക്ക് മാറുന്നത് കാണാം. ഓക്കെ, അടുത്താണ് ടൂൾ ബാർ. ടൂൾ ബാർ എന്തിനാ? നിങ്ങൾ ഈ സൈഡിൽ കണ്ടില്ലേ നിങ്ങൾ ടൂൾസൊക്കെ വെച്ച സംഭവം, ഇതിനാണ് നമ്മൾ ടൂൾ ബാർ പറയുക. ഇവിടെ നിങ്ങൾക്ക് മൂവ് ടൂൾ, റെക്ടാങ്കുലർ ടൂൾ, ലാസോ ടൂൾ, ഒബ്ജക്റ്റ് സെലക്ഷൻ ടൂൾ, ക്രോപ്പ് ടൂൾ, ബ്രഷ് ടൂൾ, അങ്ങനെ പല ടൂൾസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ടൂൾസൊക്കെ യൂസ് ചെയ്താണ് നമ്മൾ ഫോട്ടോഷോപ്പിൽ എഡിറ്റ് ചെയ്യുക. ഇപ്പം ഞാൻ ബ്രഷ് ടൂൾ എടുത്തിട്ട് ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ആ വര വന്നത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ടൂൾസ് എടുക്കുക പിന്നെ യൂസ് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഇവിടെ റെക്ടാങ്കുലർ ടൂൾ എടുത്തു. ഇവിടെ ഇങ്ങനെ ഞാൻ ഒരു റെക്ടാങ്കിൾ വരച്ചത് കട്ട് ചെയ്ത് ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്ത് അതിനെ വീണ്ടും ഞാൻ റെക്ടാങ്കുലർ ടൂൾ വെച്ച് സെലക്ട് ചെയ്ത് പിന്നെ മൂവ് ടൂൾ യൂസ് ചെയ്തതിനെ ഇവിടെ കൊണ്ടുവച്ചു. ഓക്കെ, നമ്മളെ ചന്ദ്രൻ്റെ ഒരു കണ്ടീഷൻ നിങ്ങൾ കണ്ടില്ലേ? ഓക്കെ, എത്ര നല്ല എഡിറ്ററാണെന്ന് ഞാൻ മനസ്സിലായില്ലേ? ഓക്കെ, ഇതൊന്നും കണ്ടുപിടിച്ചാൽ മാത്രം പോരാ, നിങ്ങൾ ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പം ഇനി നമുക്ക് ഓപ്ഷൻ ബാർ നോക്കാം. അപ്പം ഓപ്ഷൻ മെനു ഇതാണ് നമ്മൾ ഓപ്ഷൻ ബാർ അല്ലെങ്കിൽ ഓപ്ഷൻ മെനു. ഇവിടെ നിങ്ങൾക്ക് ഓരോരോ ടൂൾസിൻ്റെയും അഡ്വാൻസ്ഡ് ഓപ്ഷൻസ് കാണാം. ഇപ്പോൾ റെക്ടാങ്കുലർ ടൂൾ എടുത്താൽ അതിൻ്റെ അഡ്വാൻസ്ഡ് ഓപ്ഷൻ കാണാം. പിന്നെ ഈ ബ്രഷിൻ്റെ മുകളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യാൻ നിങ്ങൾക്ക് അതിൻ്റെ എക്സ്ട്രാ ടൂൾസ് കാണാം. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ ഓപ്ഷൻ ബാറിൽ നിങ്ങൾക്ക് സൈസ് കൂട്ടാം. ഞാൻ കുറച്ചിട്ട് കൂട്ടി ഹാർഡ്നെസ് കൂട്ടാം. ഓക്കെ, എന്നിട്ട് നമുക്ക് നമ്മുടെ ടൂൾ ബാറിൽ വന്നിട്ട് നമ്മളെ ഈ ഒരു കളറും നമുക്ക് ഗ്രീൻ ആക്കാം. എന്നിട്ട് നമുക്ക് കളർ ചെയ്യാം.
ഓക്കെ, ഇത്തരത്തിലാണ് നമ്മളെ ഫോട്ടോഷോപ്പ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതിലോട്ടൊക്കെ നമ്മൾ അഡ്വാൻസ് ആയിട്ട് നമ്മൾ കുറേ പോവും. ഓക്കെ, എന്നിട്ട് ഞാൻ ഈ കളർ മാറ്റി കുറേ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പം കണ്ടില്ലേ നമ്മൾ ചന്ദ്രൻ്റെ ഒരവസ്ഥ. ഓക്കെ, ഇനി ആരും ഞാൻ ചന്ദ്രനെ ട്രോൾ ചെയ്യാണ് പറയണ്ട. നമുക്ക് ഒപ്പാസിറ്റി കുറച്ച് വെച്ചിട്ട് നിങ്ങൾ പെയിൻറ്റ് ചെയ്ത് നോക്ക്. അപ്പോൾ നിങ്ങൾക്ക് കാണാം കുറച്ച് ലൈറ്റായിട്ട് പെയിൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ അതിൻ്റെ മുകളിൽ തന്നെ കണ്ടിന്യൂസ്ലി ക്ലിക്ക് ചെയ്ത് പെയിൻറ്റ് ചെയ്താൽ നമുക്ക് നമ്മളൊരു സാധാ ഡോട്ട് പോലെ ഉണ്ടാക്കിയെടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ഇട്ടുണ്ടാവുക. ഓക്കെ, അടുത്തതാണ് നമ്മുടെ എങ്ങനെ ഒരു ഫയൽ ഓപ്പൺ ചെയ്യാം. ഇവിടെ ഓപ്പൺ ക്ലിക്ക് ചെയ്യുക ഫോട്ടോഷോപ്പിൻ്റെ ഹോം സ്ക്രീനിൽ. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട ഇമേജോ അല്ലെങ്കിൽ PSD ഫയലോ നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ഫയൽ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഞാൻ ഈ കാറിൻ്റെ ഫോട്ടോ സെലക്ട് ചെയ്താൽ എനിക്ക് ഈ കാറിൻ്റെ ഫോട്ടോ ഓപ്പൺ ആയി വരും. എന്നിട്ട് എനിക്ക് ഇതിലേക്ക് തിരിഞ്ഞ് എഡിറ്റ് ചെയ്യാം. ഓക്കെ, എഡിറ്റിംഗ് ഒക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, അപ്പം പിന്നെ നമ്മൾക്ക് യൂഷ്വലി നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്, നിങ്ങൾക്ക് ഒരു ഫോട്ടോ ഇങ്ങനെ നിങ്ങളെ ഫയൽസിൽ കണ്ടാൽ നിങ്ങളിതിനെ ചെവി പിടിച്ച് വലിച്ചെടുത്ത് ഇങ്ങോട്ട് ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നേരെ ചെവി പിടിച്ച് വലിച്ചെടുത്തിട്ട് ഫോട്ടോഷോപ്പിൽ കൊണ്ടിട്ട് ഈ സൈഡിൽ അങ്ങോട്ട് എടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അത് ഓപ്പൺ ആയി വരും. എന്നിട്ട് നിങ്ങൾക്ക് ഇതിനെ നശിപ്പിക്കാം. സിംപ്ലി കിഡിങ്. ഓക്കെ, അപ്പം ഒപ്പാസിറ്റി കൂട്ടി വെച്ചിട്ട് നശിപ്പിക്കാണ്ട് ഞാൻ പോകില്ല ഗൈസ്, നശിപ്പിച്ചിട്ടേ ഞാൻ പോകുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് നമ്മൾ ഓപ്പൺ ചെയ്യുക. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ ഫയൽ ക്രിയേറ്റ് ചെയ്യാമെന്നാണ്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇതാ അവിടെ ക്രിയേറ്റ് ബട്ടൺ കണ്ടില്ലേ, അത് തന്നെ ക്രിയേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്രിയേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടംമാതിരി പ്രീസെറ്റ്സ് ഫോട്ടോഷോപ്പ് തന്നെ നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് റീസെൻ്റായിട്ട് ഞാൻ യൂസ് ചെയ്ത സംഭവം കാണാം, പിന്നെ സേവ്ഡ് ഫോട്ടോസിന് വേണ്ടി കാണാം, പിന്നെ പ്രിൻറ്റ്സിന് വേണ്ടി A4 അങ്ങനത്തെ സംഭവം കാണാം. ഓക്കെ, പിന്നെ ഇവിടെ ഫിലിം, വീഡിയോ അതിന് വേണ്ടിയിലൊക്കെ പ്രീസെറ്റ്സ് നമുക്ക് കാണാം. ഫോട്ടോസാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് കസ്റ്റമൈസും ചെയ്തെടുക്കാം. ഇത് നിങ്ങൾക്ക് പിക്സൽ എടുക്കാം, പിക്സലാണ് ഏറ്റവും നല്ലത്. എന്നിട്ട് ഞാനിപ്പോൾ 1080p അതായത് 192.1080 1080p ഞാൻ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാണ്. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ പോർട്രേറ്റ് ആയിട്ടാണോ ലാൻഡ്സ്കേപ്പിലാണോ വേണ്ടത്, നിങ്ങൾക്ക് ഓറിയൻറ്റേഷൻ കൊടുക്കാൻ പറ്റുന്നതാണ്. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് ഇനി മാറ്റാനുള്ളത് പറഞ്ഞാൽ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിൽ മാറ്റാം. ഇത് ഞാൻ റെഡ് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ റെഡ് ബാക്ക്ഗ്രൗണ്ടിൽ ക്രിയേറ്റ് ആവും. ആൻഡ് ക്ലിക്ക് ക്രിയേറ്റ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ റെഡ് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു 1080p റെസൊല്യൂഷനിൽ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഫയൽ ക്രിയേറ്റ് ആവും. ആൻഡ് ഞാനിവിടെ ഓക്കെ, അടുത്ത് നമുക്കിങ്ങനെ സേവ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ലെറ്റ്സ് സേവ് ദ ഫയൽ. ഓക്കെ, അപ്പോൾ സേവ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം ഞാനിവിടെ ഒരു നല്ലൊരു കുറച്ചുകൂടി നല്ലതാക്കട്ടെ, എന്നിട്ട് നമുക്ക് സേവ് ചെയ്താൽ പോരെ. ഞാനപ്പോൾ ഇവിടെ ബ്ലൂ എടുക്കുകയാണ്, എന്നിട്ട് ഇവിടെയൊക്കെ കുറേ പെയിൻറ്റ് ചെയ്യാണ്. വീണ്ടും ഗ്രീൻ എടുക്കുകയാണ്, എന്നിട്ട് ഇവിടെയൊക്കെ വീണ്ടും പെയിൻറ്റ്. ഇത് നോക്കിക്കാളല്ല കേട്ടോ, ഇതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കണം. ഞാൻ തമാശ കളിക്കുന്നതൊക്കെ ഈ കോമാളിത്തരം കളിക്കുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്, അല്ലാണ്ട് നിങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടിയൊന്നുമല്ല ഞാൻ തമാശ ഇറങ്ങണം. ഓക്കെ, ഇതൊക്കെ ചെയ്ത് നോക്കുക. എങ്ങനെ നിങ്ങൾ കുത്തിവരട്ടൊക്കെ കുത്തിവരെന്നാണ് നമ്മളെല്ലാം പഠിച്ചെടുക്കുക. അപ്പം ഞാനിവിടെ കുറേ കുത്തിവരട്ടൊക്കെ വെച്ചിട്ടുണ്ട്. എന്തായിരിക്കും എനിക്ക് നല്ല ചിത്രം വരയ്ക്കാൻ അറിയില്ല എന്നാണ് ഞാനിപ്പോൾ ശരിയാക്കി തരാം. കണ്ടില്ല എൻ്റെ റെയിൻബോ ഓക്കെ, അപ്പോൾ ഞാൻ ഫോട്ടോഷോപ്പിൽ എത്ര പ്രൊഫഷണലാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ. ഓക്കെ, ഞാൻ അതൊന്നല്ല, നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് പ്രൊഫഷണലി എങ്ങനെ എഡിറ്റ് ചെയ്യണമെന്നൊക്കെ വരുന്ന വീഡിയോസിൽ പറഞ്ഞു തരുന്നതാണ്. ആദ്യം തന്നെ നിങ്ങൾ ഈ ബേസിക് ഒന്ന് സെറ്റാക്കുക. എന്നിട്ട് നമ്മൾ ഫയലിൽ പോയിട്ട് സേവ് നിൽക്കുക, സേവ് ടു കമ്പ്യൂട്ടർ. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് വേണ്ട ഒരു ഫോൾഡർ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം, എന്നിട്ട് അവിടെ സേവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ തൽക്കാലം നിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ടൊരു ഫോൾഡർ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പേരെന്തായിരുന്നു, ഫോട്ടോഷോപ്പ് ട്യൂട്ടോറിയൽ. ഇതിൻ്റെ അകത്ത് ഞാൻ റെയിൻബോ എന്ന് കൊടുക്കുകയാണ്. നമ്മൾ വരച്ച റെയിൻബോ അല്ലേ, അപ്പോൾ റെയിൻബോ എന്ന് പേര് കൊടുത്തുകൊണ്ട് നമുക്ക് സേവ് ചെയ്യാം. നമ്മളിത് PSD ഫോർമാറ്റിലാണ് സേവ് ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഇഷ്ടംമാതിരി ഫോർമാറ്റ് ഉണ്ട്, ഇതൊക്കെ നമുക്ക് പഠിക്കാം. നമ്മളിപ്പോൾ ഒരു ഫോട്ടോഷോപ്പിൻ്റെ ഫയലായിട്ട് സേവ് ചെയ്യുക, നമുക്ക് വീണ്ടും എഡിറ്റ് ചെയ്യേണ്ടി വരുന്നത് നമ്മൾ PSD ഫയലായിട്ടാണ് സേവ് ചെയ്യുക. സേവ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫോട്ടോഷോപ്പ് ഫയൽ അവിടെ സേവ് ആയിട്ടുണ്ടാകും. ഓക്കെ, ഇത്തരത്തിലാണ് നമ്മൾ ഫോട്ടോഷോപ്പിൻ്റെ ഫയൽ സേവ് ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ കാണാം, നമ്മൾ ആ ഫോൾഡറിൽ പോയി നോക്കിയാൽ ഞാൻ ഒന്ന് വലുതായി കാണിച്ചു തരാം. കണ്ടില്ലേ, ഇങ്ങനെയാണ് നമ്മളെ ഫോട്ടോഷോപ്പിൻ്റെ PSD ഫയൽ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ക്ലോസ് ചെയ്ത് കളയാം. ഇനി നിങ്ങൾക്ക് വേറെ ഫോർമാറ്റിലൊക്കെ സേവ് ചെയ്യേണ്ടത് എങ്ങനെ പഠിപ്പിച്ചാൽ അതിൻ്റെ മുമ്പ് ഈ PSD ഫയൽ നിങ്ങൾക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്തെടുക്കുകയും ചെയ്യാം. ഓക്കെ, വേണമെങ്കിൽ നിങ്ങൾക്ക് റീസെൻറ്റ് ഓപ്പൺ ചെയ്ത സ്ഥലത്തുനിന്നും ഓപ്പൺ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പം അടുത്തത് നിങ്ങൾക്ക് നമുക്ക് വേറെയും കുറേ ഫോർമാറ്റിലൊക്കെ സേവ് ചെയ്യണ്ടേ. JPG ആണ് എല്ലാവർക്കും സേവ് ചെയ്യാൻ ആഗ്രഹം. ഫയലിൽ പോവുക, സേവ് ആസ് പോവുക. നമുക്കിങ്ങനെ JPG സേവ് ചെയ്യാൻ നോക്കാം. സേവ് ഓൺ ദി കമ്പ്യൂട്ടർ. ദെൻ നിങ്ങൾക്ക് സേവ് ചെയ്യേണ്ട ഒരു ഫോൾഡർ സെലക്ട് ചെയ്യണം. ഞാൻ തൽക്കാലം ഔട്ട്പുട്ട് എന്ന് പറഞ്ഞൊരു ഫോൾഡർ സെലക്ട് ചെയ്യാം. അതിൻ്റെ ഉള്ളിൽ നമുക്ക് നമ്മുടെ റെയിൻബോൻ്റെ JPG സേവ് ചെയ്യാം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഫോർമാറ്റ് കുറേ കാണാം.
അപ്പോൾ നിങ്ങൾ കുറേ ഇങ്ങനെ തപ്പി നോക്കിയാൽ നിങ്ങൾക്ക് കാണാം JPG ഫോർമാറ്റ്. ഓക്കെ, അവിടെ നിങ്ങൾ സേവ് വിളിക്കുക. അപ്പോൾ നിങ്ങളിവിടെ മാക്സിമം തന്നെ കൊടുക്കുക. പിന്നെ വേണമെങ്കിൽ ഈ ഫയലിൻ്റെ സൈസ് കൂട്ടി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി ഉള്ളൊരു ഫയലിനെ കിട്ടുന്നതാണ്. ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഫയൽ സേവായി. നിങ്ങൾക്ക് ഇനി ആ ഫോൾഡറിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഇവിടെ ഔട്ട്പുട്ടിൽ നമ്മൾ സേവ് ചെയ്ത അതാ നമ്മുടെ റെയിൻബോ. അത് നിങ്ങൾ ഓപ്പൺ ചെയ്താലും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ വെയിറ്റ്, ഇതാണ് നമ്മളെ റെയിൻബോ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്യുക. അപ്പോൾ സെറ്റല്ലേ? കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരുവിധം മനസ്സിലായില്ലേ? ഇത്ര സിമ്പിളാണ് ഫോട്ടോഷോപ്പിൻ്റെ ബേസിക്സ്. ഈ ബേസിക്സ് നിങ്ങൾ നല്ലപോലെ സെറ്റാക്കി എടുത്താൽ നമുക്ക് ബാക്കിയുള്ള പ്രൊഫഷണൽ എഡിറ്റിംഗ് ഒക്കെ നമുക്ക് നല്ല സുഖമായി പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഇതൊക്കെ ഞാൻ ക്രോപ്പ് ടൂളൊക്കെയാണ് നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാണ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഇൻ ഡെപ്ത് ആൻഡ് ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വരുന്ന വീഡിയോസിൽ നോക്കുന്നതാണ്. അപ്പം വരുന്ന വീഡിയോസൊക്കെ നിങ്ങൾ റെഡിക്ക് കാണുക, നല്ലോണം പഠിക്കുക, സാമ്പിൾ പ്രൊജക്ട്സ് ഒക്കെ ചെയ്ത് നോക്കുക. ഓക്കെ, നിങ്ങളിപ്പോൾ ഈ റെയിൻബോനൊക്കെ ഉണ്ടാക്കി നോക്കുക. ബിഗിനിങ് ആയിട്ട് നിങ്ങൾ ഈ റെയിൻബോൻ ഉണ്ടാക്കുക, അത് സേവ് ചെയ്യുക, വർക്ക് സ്പേസ് ഒന്ന് കണ്ട് നിങ്ങളുടേതായ രീതിയിലൊരു വർക്ക് സ്പേസ് നിങ്ങൾ സെറ്റ് ചെയ്ത് പഠിക്കുക. ഓക്കെ, പിന്നെ അത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളെ ഫോട്ടോഷോപ്പ് പഠിക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് മാത്രമേ എനിക്ക് വളരാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം ബൈ.